ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാകുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ നേതാക്കൾ സമാധാന കരാറിനായി തയ്യാറാണെന്നും ഒരു ഒത്തുതീർപ്പ് ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രസിഡന്റായ ട്രംപ് പറയുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായ പ്രതികരണമാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അമേരിക്കയുമായി യാതൊരു ചർച്ചകളും നടക്കുന്നില്ല എന്നാണ്. അതായത് ഒരേ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണിപ്പോൾ ലോകമെമ്പാടും വലിയ ചർച്ചയായിരിക്കുന്നത്. ഇതിനിടെ അമേരിക്ക ഒരു സമാധാന പദ്ധതി ഇറാനിലേക്ക് അയച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ആ റിപ്പോർട്ടിൽ അമേരിക്കയുടെ ആവശ്യം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കണം, ഇറാന്റെ ചില ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം, മിസൈൽ പ്രോഗ്രാം കുറയ്ക്കണം എന്നിങ്ങനെ നിരവധി നിർദ്ദേശങ്ങളുണ്ടെന്നാണ് വിവരങ്ങൾ. എന്നാൽ ഈ നിർദ്ദേശങ്ങളെ ഇറാൻ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. കൂടാതെ ചില നിബന്ധനകളിൽ ലെബനോനും ഉൾപ്പെടണമെന്ന ആവശ്യവുമായി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടെ ഈ യുദ്ധത്തിന്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും വലിയ പ്രശ്നമായി തുടരുകയാണ്. കാരണം ലോകത്തിലെ ഏകദേശം 20% എണ്ണ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് അടഞ്ഞ നിലയിൽ തുടരുകയാണെങ്കിൽ ലോകമെമ്പാടും ഇന്ധനവില ഉയരാനും സാമ്പത്തിക പ്രതിസന്ധി കൂടാനും സാധ്യതയുണ്ട്. നോക്കൂ, ഇതിനകം തന്നെ ഓഹരി വിപണികളിലും എണ്ണവിലയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, യുദ്ധത്തിന്റെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഗുരുതരമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടതായും ലക്ഷക്കണക്കിന് പേർ വീടുകൾ വിട്ടൊഴിഞ്ഞു പോയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇനി എന്താണ് നടക്കാൻ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ യുദ്ധം കൂടുതൽ ശക്തമാകുമോ? ലോകം മുഴുവൻ ഇപ്പോൾ ആശങ്കയോടെയാണ് ഈ സംഭവ വികാസങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ ബ്രേക്കിംഗ് ന്യൂസുകൾക്കായി നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയറും ചെയ്യുക.